വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസങ്ങളിൽ ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ മാക്സിമം കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അപ്പോൾ തന്നെ പഠിച്ചു പോട്ടെ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് അവസാനം കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ളതും ടോപ്പിക് വൈസ് രൂപത്തിലുള്ളതും ഒക്കെ ക്ലാസ്സുകൾ പ്രത്യേകം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ടു നോക്കൂ കേട്ടോ. കാണാത്ത കുട്ടികൾ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും കുടിയേറ്റക്കാരെ തിരിച്ചു വിളിച്ചില്ലെന്നും ആരോപിച്ച് ഏത് രാജ്യത്ത് നിന്നുള്ള എണ്ണ ഇറക്കുമതിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തടഞ്ഞത്? വെനിസ്വേല. നെക്സ്റ്റ് വൺ, മഹാരാഷ്ട്രയിലെ ബുൽധാനയിൽ ആളുകളുടെ പെട്ടെന്നുള്ള മുടികൊഴിച്ചിലിന്റെ കാരണം ഗോതമ്പിൽ അമിത അളവിൽ അടങ്ങിയ ഏത് ധാതുവിന്റെ സാന്നിധ്യമാണ് എന്നാണ് അടുത്തിടെ കണ്ടെത്തിയത്? സെലീനിയം. ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് രൂപവൽക്കരിച്ച സംവിധാനത്തിന്റെ പേര് എന്താണ്? ആസാദ് സേന. മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച പുതിയ ക്വാണ്ടം ചിപ്പ് ഏതാണ്? മജോറാന 1. എന്താണ് മജോറാന 1? വികസിത ഭാരതത്തിനായി ശാസ്ത്രത്തിലും നവീകരണത്തിലുമുള്ള ആഗോള നേതൃത്വത്തിനു വേണ്ടി ഇന്ത്യൻ യുവതയെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ വർഷത്തെ ശാസ്ത്ര ദിനം നമ്മൾ ആഘോഷിച്ചു. അല്ലെങ്കിൽ ഈ വർഷത്തെ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം അതായിരുന്നു. എന്ത്? വികസിത ഭാരതത്തിനായി ശാസ്ത്രത്തിലും നവീകരണത്തിനുമുള്ള ആഗോള നേതൃത്വത്തിനു വേണ്ടി ഇന്ത്യൻ യുവതയെ ശാക്തീകരിക്കുക എന്നതാണ് ഈ വർഷത്തെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനമായി നമ്മൾ കൊണ്ടാടുന്നത്? എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം? ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ, 82ാമത്തെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് പ്രഖ്യാപിച്ചു. 82ാമത്തെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2025 പ്രഖ്യാപിക്കുകയാണ്. മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് ദ ബ്രൂട്ടലിസ്റ്റ്. ഏതാണ്? ദ ബ്രൂട്ടലിസ്റ്റ്. അപ്പൊ 82ാമത്തെ ഗോൾഡൻ ഗ്ലോബ് അവാർഡില് മികച്ച ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. മികച്ച സംവിധായകൻ ആരാണ്? ബ്രാഡി കോർബറ്റ് ആണ്. ആരാണ്? ബ്രാഡി കോർബറ്റ്. മികച്ച നടനോ? മികച്ച നടൻ ഏഡിയൻ ബ്രൂഡി. മികച്ച നടൻ ഏഡിയൻ ബ്രൂഡി. മികച്ച നടി ഫെർണാഡോ ടോറസ്. മികച്ച നടി ഫെർണാഡോ ടോറസ്. അപ്പൊ ഒന്നും കൂടെ പറയാം. മികച്ച നടി ഫെർണാഡോ ടോറസ്, മികച്ച നടൻ ഏഡിയൻ ബ്രൂഡി, മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്, മികച്ച ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്. ക്ലിയർ ആയല്ലോ? അടുത്തിടെ അന്തരിച്ച കഥകളിയിലെ ഉടുത്തുകെട്ട് രംഗത്ത് പ്രശസ്തനായ വ്യക്തി ആരാണ്? ആരാണ്? നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ. അപ്പൊ നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ ഏത് മേഖലയിൽ പ്രശസ്തി നേടിയ വ്യക്തിയാണ്? അങ്ങനെയും ചോദിക്കാം. കഥകളിയിലെ ഉടുത്തുകെട്ട് രംഗത്ത് പ്രശസ്തി നേടിയ വ്യക്തിയാണ്. അത് ചോദിക്കാൻ കാരണം അദ്ദേഹം ഈ അടുത്തിടെ അന്തരിച്ചു. അതുകൊണ്ട് ആ ചോദ്യം സാധ്യത കൂടുതലാണ് ചോദിക്കാനുള്ളത് എന്ന് ഓർത്ത് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, അന്തരിച്ച കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷം ആറന്മുളയിൽ നടന്നത് ഏത് പേരിലാണ് നടന്നതെന്നാണ്. ഒരു പേരിട്ടുണ്ടായിരുന്നു നവതി ആഘോഷത്തിന്. ആ നവതി ആഘോഷത്തിന്റെ പേരെന്തായിരുന്നു? സുഗതോത്സവം എന്നായിരുന്നു. എന്തായിരുന്നു? സുഗതോത്സവം. അടുത്തത്, ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55ാമത്തെ ഉച്ചകോടി എവിടെയാണ് നടന്നത്? ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55ാമത്തെ ഉച്ചകോടി നടന്നത് സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ്. എവിടെയാ നടന്നേ? സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ് നടന്നത് എന്ന് ഓർത്തുവെക്കുക. അടുത്തത്, ഏത് മലയാള എഴുത്തുകാരനാണ് 2025 മരണാനന്തര ബഹുമതിയായി
പത്മവിഭൂഷൺ ലഭിച്ചത്? അപ്പൊ 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാള എഴുത്തുകാരന്റെ പേര് എന്താണ്? എല്ലാവർക്കും അറിയാം. ഈ ചോദ്യം ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും. ആരാണ് അദ്ദേഹം? MT വാസുദേവൻ നായരാണ്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച 3ാം തലമുറ ടാങ്ക് വേദ മിസൈലിന്റെ പേര് എന്താണ്? നാഗ് MK2. എന്താ പേര്? നാഗ് MK2. അടുത്തത്, ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി. അറിയാലോ, നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ AI അല്ലെ? സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ പോകുന്ന രാജ്യത്തിന്റെ പേര് എന്താണ്? ഏത് രാജ്യമാണ്? ഏതാണ് രാജ്യം? സൗദി അറേബ്യ. ഏതാണ്? സൗദി അറേബ്യ. 2025 ജാനുവരി 25-ന് ഏത് നവോത്ഥാന നായകന്റെയാണ് നമ്മള് 75-ാമത്തെ ചരമവാർഷിക ആഘോഷിച്ചത് എന്നാണ് അടുത്ത ചോദ്യം. ആരുടെയാണ്? ഏത് നവോത്ഥാന നായകന്റെയാണ്? ഡോക്ടർ പൽപുവിന്റെയാണ്. ആരുടെയാ? ഡോക്ടർ പൽപു. അടുത്ത ചോദ്യം, 2025-ലെ ദേശീയ വോട്ടേഴ്സ് ദിനം നമുക്കറിയാം. ജാനുവരി 25-നാണ് ദേശീയ വോട്ടേഴ്സ് ദിനം. ആ വോട്ടേഴ്സ് ദിനത്തിന്റെ ദിനാചരണ വിഷയം എന്തായിരുന്നു? നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. എന്താണ്? നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. ഐ വോട്ട് ഫോർ ഷുവർ. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം, ശത്രു ഡ്രോണുകൾ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈലിന്റെ പേര് എന്താണ്? ഭാർഗവ അസ്ത്ര. എന്താണ്? ഭാർഗവ അസ്ത്ര. മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ സർക്കാരിന്റെ എത്ര എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് പിൻഗാമിയായ ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയത്? 78. അപ്പോ ജോ ബൈഡന്റെ 78 എക്സിക്യൂട്ടീവ് ഉത്തരവുകള് പുതിയ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയതും കൂടി ഓർത്തുവെക്കണം. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ വ്യക്തി ആരാണ്? ബഹദൂർ സിംഗ് സാഗു. ആരാണ്? ബഹദൂർ സിംഗ് സാഗു. അടുത്തത്, എത്രാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്താണ് 2025 ഫെബ്രുവരി 2 മുതൽ 9 വരെ പമ്പ മണൽപ്പുറത്ത് നടന്നത്? എത്രാമത്തെയാ? 113ാമത്തെ കൺവെൻഷൻ. നമ്മള് ഏറ്റവും വലിയ ഹിന്ദുമത കൺവെൻഷൻ ചെറുകോൽപ്പുഴ കൺവെൻഷൻ എന്ന് പഠിക്കുന്നുണ്ട് അല്ലെ? അതെ. എത്രാമത്തെ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്താണ് നടന്നേന്നാ ചോദിക്കണേ? 2025 ഫെബ്രുവരി. എത്രാമത്തെയാണ്? 113ാമത്തെയാണ് നടന്നത് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത്, മഹാകുംഭമേള. ഇപ്പൊ നമ്മൾ നടന്നു എന്ന് നമുക്കറിയാം അല്ലെ? ആ മഹാകുംഭമേളയെ പറ്റി വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് ആകാശവാണി ഒരു FM ചാനൽ തുറക്കുകയുണ്ടായി. ആ FM ചാനലിന്റെ പേരെന്താണ്? കുംഭവാണി എന്നാണ് പേര്. എന്താണ് FM ചാനലിന്റെ പേര്? കുംഭവാണി. ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ജിതിൻ വിജയൻ. ആരാ നേടിയേ? ജിതിൻ വിജയനാണ് നേടിയതെന്ന് ഓർക്കണം. നെക്സ്റ്റ് വൺ, പ്രസിദ്ധ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാൻ ഈ അടുത്തിടെ അന്തരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകൾ ഇപ്പൊ നമ്മളോട് ചോദിക്കാം. ഇങ്ങനെ ചോദിക്കാം കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ആദ്യ ശിശു ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഡോക്ടർ KM ചെറിയാൻ. അത് അങ്ങനെ ആരാണെന്ന് ഇതൊക്കെ പ്രധാനമുള്ളതാണ്. പക്ഷെ ഇപ്പൊ വീണ്ടും ഇത് പഠിക്കാനുള്ള പ്രസക്തി ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. പഠിച്ചു വെക്കേണ്ടതിന്റെ കാരണം എന്തുകൊണ്ടാ വെച്ചാൽ അദ്ദേഹം ഇപ്പൊ അന്തരിച്ച വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അടുത്തിടെ അന്തരിക്കുമ്പോൾ അവരെ കുറിച്ച് ചോദിക്കാം. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് നടത്തി ഡോക്ടർ KM ചെറിയാൻ. ആദ്യ ശിശുഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവെക്കൽ നടത്തി. ഇതിനൊക്കെ നേതൃത്വം നൽകിയ ആൾ ആരാണ്? ഡോക്ടർ KM ചെറിയാനാണ് എന്നും കൂടി ഓർത്തു വെക്കണം. നെക്സ്റ്റ് വൺ,
ഈ അടുത്തിടെ ലെബനന്റെ പ്രസിഡന്റായി നിയമിക്കപ്പെട്ട അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാണ്? അപ്പൊ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജി ആയിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തെ നിയമിക്കപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റ് ആവുകയാണ്. ആ പ്രസിഡന്റ് പദവി കഴിഞ്ഞതിന് ശേഷം ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റായി അദ്ദേഹത്തെ നിയമിക്കുകയാണ്. ഏതാണ് രാജ്യം? ലെബനൻ ആണ് രാജ്യം. ഏതാണ് രാജ്യം? ലെബനൻ ആണ്. അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. അപ്പൊ ക്ലാസ് ഭംഗിയായിട്ട് നിങ്ങൾ കേൾക്കുക. ചിലത് നമ്മൾ വലിയ ഇത്തിരി ബുദ്ധിമുട്ടുള്ള വേർഡ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോട്ട് എഴുതി തന്നെ നിങ്ങളത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അടുത്ത് വരുന്ന പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവും. കാരണം 2024, 2025 പ്ലസ് 23 കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടെ നമ്മൾ പഠിക്കണം. എന്നാലാണ് ഇപ്പൊ 2025 തുടക്കത്തിൽ നടക്കുന്ന പരീക്ഷകൾക്കൊക്കെ നമുക്കത് ആവശ്യം വരും. ഇപ്പൊ ഓരോ പരീക്ഷകളുടെയും ഒരു മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 15 ദിവസം മുമ്പ് വരെയുള്ള ഫാക്ട്സ് വരെ നമ്മളോട് കറണ്ട് അഫയേഴ്സ് രൂപത്തിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. ക്ലാസ് ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.